ആദ്യൻ കളങ്കാവലിന് ശേഷം ചെയ്യുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ രാജീവ് അനാർക്കലിക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാനും. വളരെ ഗംഭീരമായ സ്ക്രിപ്റ്റാണ്. ഐ എം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദ സെറ്റ്. ആടിനും വാഴയ്ക്കും ശേഷം കമ്മിറ്റ് ചെയ്തിരിക്കുന്ന, അഭിനയിക്കാൻ വേണ്ടി കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയും അത് തന്നെയാണ്. സോ നല്ല പ്രതീക്ഷയാണ്. പുതിയ സിനിമയാണ്. പുതിയ ഫാൻറ്റസി എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ജോണറിലുള്ള സിനിമയാണ്. സ്ട്രല്ലർ എലമെന്റ്സും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. ഷൂട്ട് അടുത്ത മാസം ആയിരിക്കും തുടങ്ങാൻ പോകുന്നത്. ഒരു റിവേഴ്സ് വാർഷിപ്പ് നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ചില എലമെന്റ്സ് ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന, ലോകവ്യാപകമായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു സംഗതിനെ അഡ്രസ്സ് ചെയ്യുന്ന, നമ്മുടെ നാട്ടിൽ റൂട്ടഡ് ആയിട്ടുള്ള അതിന്റെ എലമെന്റ്സിന്റെ പുറകെയുള്ള ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പോസ്റ്റർ കാണുമ്പോൾ ഒരു ഫാന്റസി എലമെന്റ് ഒക്കെ അതിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ്. അതെ, അങ്ങനെ ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഉള്ള അങ്ങനത്തെ വലിയൊരു ലോകത്തിന് ഉൾപ്പെടെ ഒരു എത്തിനോട്ടമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ പറയാൻ പറ്റുന്ന കാസ്റ്റ് കാര്യങ്ങളൊക്കെ നിലവിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ജയസൂര്യ, അതുപോലെ നൈല ഉഷ, വിജയ് ബാബു, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നത്. പിന്നെ അല്ലാതെ കുറച്ച് നമ്മുടെ ജിബിൻ മുബി, അങ്ങനെ കുറച്ച് കളങ്കാവലിനെക്കാട്ടി വലിയ രീതിയിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ. അങ്ങനെ താരതമ്യം ചെയ്യുന്നതിൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ വേറൊരു ടൈപ്പ് സിനിമയും കുറച്ചും കൂടെ വേറൊരു കുറച്ച് വലിയൊരു ഒരു വിഷന്റെ പുറത്തുള്ള ഒരു തോട്ടം പരിപാടിയൊക്കെ തന്നെയാണ്. 100-ലധികം വരുന്ന ഡേറ്റ്സ് ഉണ്ട്, ഷൂട്ടിംഗ് ഷെഡ്യൂൾ 100-ലധികം വരുന്ന ഷെഡ്യൂൾ ഉണ്ട്, ഡേറ്റ് ഷൂട്ടിങ്ങിന് ഉണ്ട്. ഒന്നിലധികം ഉണ്ട്. കേരളത്തിൽ തന്നെയാണ് അല്ല, ആദ്യത്തെ ഷെഡ്യൂൾ യൂറോപ്പിൽ 1-2 രാജ്യങ്ങളിലായിട്ടാണ് തുടങ്ങുന്നത്. ഇത് സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത, അങ്ങനെ ചില കണക്ഷൻസ് ഉള്ളതുകൊണ്ട് യൂറോപ്പിൽ 1-2 രാജ്യങ്ങളാണ് ആദ്യമായിട്ട് തുടങ്ങി വെക്കുന്നത്. പിന്നെ കേരളത്തിൽ ഞാനിതുവരെ ശീലിച്ചിട്ടില്ലാത്ത ഒരു ജോണറാണ് സിനിമ. അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്, ചലഞ്ചസും ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു സിനിമ ഉണ്ടാക്കണം എന്നുള്ള ജയസൂര്യ ഉണ്ട്, നൈല ഉഷ, വിജയ് ബാബു.